എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വളരെ രുചികരമായിട്ടുള്ള ചിക്കൻ തോരനാണ്. അപ്പോൾ അതിനായി എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടതെന്ന് നോക്കാം. കഴുകി വൃത്തിയാക്കി ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ച 1 കിലോ ചിക്കൻ. അതുപോലെ തോരന് നമ്മുടെ പ്രധാന ഇൻഗ്രീഡിയൻറ്റ് തേങ്ങയാണ്. 2 കപ്പ് ചിരകിയ തേങ്ങയാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. 2 സവാള കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞത്, 1 സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് എടുത്തത് നമ്മൾ ലാസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ടാണ്. അതുകൂടാതെ ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, പച്ചമുളക്. ഞങ്ങൾക്ക് എരി കൂടിയ പച്ചമുളക് കിട്ടുന്നതുകൊണ്ട് നമ്മൾ 1 പച്ചമുളക് എടുത്തിട്ടുള്ളൂ. ഒരു വലിയ ക്യൂബ് ആണെങ്കിൽ ഒരു 5 ക്യൂബ് വെളുത്തുള്ളി, ഒരു ചെറിയ പീസ് ഇഞ്ചി, ആവശ്യത്തിന് കറിവേപ്പില. അടുത്തതായിട്ട് നമ്മുടെ പൊടികളാണ്. മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, മുളക് പൊടി 3 ടേബിൾ സ്പൂണാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. നമ്മുടെ എരിവിനനുസരിച്ച് ചേർക്കാം. മല്ലിപ്പൊടി 2 ടേബിൾ സ്പൂൺ, ഗരം മസാല 1 ടീസ്പൂൺ. അതുകൂടാതെ ലാസ്റ്റ് നമ്മൾ ആഡ് ചെയ്യാനായിട്ട് കുരുമുളക് എടുത്തിട്ടുണ്ട്. അപ്പോൾ 2 ടീസ്പൂൺ കുരുമുളക്. ഇത്രയാണ് നമുക്ക് ചിക്കൻ തോരനായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻസ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഗ്യാസ് ഓണാക്കി കടായി അടുപ്പത്തേക്ക് വെച്ചു. കടായി ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മൾ കോക്കനട്ട് ഓയിലാണ് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പോകുന്നത്. ഒരു 3 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിവിടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അപ്പം 1 ടീസ്പൂൺ കടുക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ കടുകൊക്കെ പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് അതിനകത്തേക്ക് നമുക്ക് ഉണക്കമുളക് 1 ഉണക്കമുളക് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. ഉണക്കമുളക് ഒന്ന് കളർ മാറി വരുമ്പോഴത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച സവാള, അതുപോലെ 2 സവാളയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. സവാള ഇട്ട് ചെറുതായിട്ട് നമ്മൾ ഇളക്കുക. സവാള വഴറ്റുമ്പോൾ ഉപ്പിട്ട് കൊടുക്കുന്നില്ല. പലപ്പോഴും ഞാൻ 2 രീതിയിലും ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് കുറച്ചൊരു ടേസ്റ്റ് ഉപ്പ് നമ്മൾ ലാസ്റ്റ് സവാള ഒന്ന് വാടി കഴിഞ്ഞതിന് ശേഷം ഉപ്പിടുമ്പോഴാണ് സവാളയ്ക്ക് കുറച്ചുകൂടെ സവാളയുടെ ടേസ്റ്റ് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വഴറ്റി എടുത്തിട്ട് അവസാനം നമ്മൾ ഉപ്പ് ചേർക്കുന്നത്. അപ്പോൾ നമ്മുടെ സവാള ഏകദേശം ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും ആഡ് ചെയ്ത് കൊടുക്കാം. ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമുളക് ഒന്ന് മാറുന്ന വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ചെറുതായിട്ട് ഫ്ലെയിം ഒന്ന് കുറച്ച് ഏറ്റവും ലോ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് നമുക്ക് നമ്മുടെ പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. പൊടികൾ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ചെറിയ തീയിൽ ഏറ്റവും ലോ ഫ്ലെയിമിൽ വേണം പൊടികൾ ആഡ് ചെയ്ത് ഇളക്കി കൊടുക്കാനായിട്ട്. ഇപ്പോൾ മസാലയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ മസാല ചിക്കനിൽ നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ചേരുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. തീ ഒന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് പതിയെ ഒന്ന് ഇളക്കി കൊടുക്കുക. ചിക്കൻ്റെ കളർ ഒന്ന് മാറി വരുന്നൊരു ചെറിയ വൈറ്റ് കളർ വരുന്നവരെ ഇങ്ങനെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ ചിക്കൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ചെറുതായിട്ട് തീ ഒന്ന് കുറച്ചിട്ട് നമുക്കൊന്ന് മൂടി വെച്ച് 10 മിനിറ്റ് വേവിക്കാം. അപ്പോഴേക്കും ചിക്കൻ്റെ വെള്ളം എല്ലാം ഇറങ്ങും. നമ്മൾ വെള്ളം ഒട്ടും തന്നെ ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല, കാരണം ചിക്കൻ വേവാനുള്ള വെള്ളം അതിൽ നിന്ന് തന്നെ ഇറങ്ങും.
അപ്പം ഏകദേശം 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് അടപ്പൊന്ന് മാറ്റി ചെറുതായിട്ടൊന്ന് ഇളക്കി ഇട്ട് കൊടുക്കാം. അപ്പോൾ തന്നെ നമുക്ക് കറിവേപ്പിലൂടെ ആഡ് ചെയ്ത് ഒന്ന് ചിക്കനിൽ വെള്ളം ചെറുതായിട്ട് ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. ഒന്ന് ഇളക്കിയിട്ട് വീണ്ടും നമുക്ക് അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിൽ വേവിക്കാം. നമുക്കൊന്ന് തുറന്ന് ചെറുതായിട്ട് ഇളക്കാം. നോക്കാം, കാണാം ചിക്കനിൽ നിന്ന് വെള്ളം എല്ലാം ഇറങ്ങിയിട്ടുണ്ട്. ഇനി അത് വറ്റി ആ വെള്ളത്തിൽ ചിക്കൻ നന്നായിട്ട് വെന്ത് വരും. വീണ്ടും ചെറിയ തീയിൽ അടച്ച് വെച്ച് വേവിക്കാം. നമുക്ക് തുറന്ന് നോക്കാം. ഏതാണ്ട് ചിക്കനിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ചെറുതായിട്ടൊന്നുകൂടെ ഇളക്കി കൊടുത്തിട്ട് നമുക്ക് തേങ്ങ മുകളിലേക്ക് തൂവി നിറച്ച് വെക്കാം. തേങ്ങ ഇങ്ങനെ തന്നെ ഇടണമെന്നില്ല. തേങ്ങയിൽ നമുക്കിതിൻ്റെ പകുതി മസാലകൾ ആഡ് ചെയ്ത് വേണമെങ്കിൽ ചെറുതായിട്ടൊന്ന് ഒതുക്കി എടുത്തിട്ട് വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം. തേങ്ങ അതിൻ്റെ മുകളിലേക്ക് ഒന്ന് വിതറി കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് ആവി കയറ്റിയെടുക്കാൻ അടച്ച് വെച്ച് ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് തുറന്ന് തേങ്ങയിൽ ഒരു ചെറിയ ആവിയൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് ഇതിനൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ അതൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ സവാള ഒന്ന് തൂവി കൊടുക്കാം. കുറച്ചുകൂടെ ഒരു ടേസ്റ്റ് കിട്ടാനായിട്ട് ഈ സവാള നല്ലതാണ്. നമ്മൾ ലാസ്റ്റ് ഒന്ന് അരിഞ്ഞ് ഇങ്ങനെ തൂവി കൊടുക്കുന്നത്. എന്നിട്ട് വീണ്ടും ഒന്ന് അടച്ച് വെച്ച് ആവി. അപ്പോൾ അതൊന്ന് ആവി കയറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കാനുള്ള 2 പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻസ്. ഒന്ന് പെരുംജീരകമാണ്. പെരുംജീരകം ചതച്ചത് പതിയെ തൂവി കൊടുക്കുക. അപ്പം ഫ്രഷായിട്ട് നമ്മൾ ക്രഷ് ചെയ്ത് കുരുമുളകാണ്. എന്നിട്ട് ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇപ്പോൾ വെള്ളമൊക്കെ വറ്റി വന്ന് തോരൻ്റെ പരുവായിട്ടുണ്ട്. നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് 2 മിനിറ്റ് കൂടെ ചെറുതായിട്ടൊന്ന് മൂടി വെക്കാം. അപ്പോൾ ആ കുരുമുളകിൻ്റെയും പെരുജീരകത്തിൻ്റെയും ആ ഒരു ഫ്ലേവറൊക്കെ ചിക്കനിലേക്കൊന്ന് പിടിച്ച് കിട്ടും. ഒരു 1 മിനിറ്റ് മുതൽ 2 മിനിറ്റ് വരെ മതി ലോ ഫ്ലെയിമിൽ. ഏകദേശം ഒരു 1.5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. പാത്രം ഒന്ന് തുറന്ന് നമ്മുടെ അവസാന ഇൻഗ്രീഡിയൻ്റ് ശകലം പച്ച വെളിച്ചെണ്ണ ഇതിനകത്തേക്കൊന്ന് ഒഴിച്ച് ഒന്ന് ഇളക്കിയെടുത്താൽ നമ്മുടെ ചിക്കൻ തോരൻ തയ്യാർ. നമ്മുടെ ചിക്കൻ തോരൻ തയ്യാറായിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചിക്കൻ തോരൻ റെഡി ആയിരിക്കുകയാണ്. ഇനി നമുക്കിതിൻ്റെ ഒരു സെർവിങ് ബൗളിലേക്ക്